അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്തെല്ലാം അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നുവെന്ന് നിനക്കറിയാമോ? ജനന സമയത്ത് മലക്കുകൾക്കും പിശാചുക്കൾക്കുമിടയിൽ എന്തുകൊണ്ട് കടുത്ത തർക്കം ഉടലെടുത്തു? ആ ശുഭദിനത്തിന്റെ പ്രഭാതത്തിൽ കഅബയിലെ എല്ലാ വിഗ്രഹങ്ങളും മുഖം കുത്തി നിലത്തു വീണു. സംസം കിണറിന്റെ വെള്ളം സ്വയം ഉറവെടുത്ത് ഒഴുകാൻ തുടങ്ങി. പേർഷ്യൻ ചക്രവർത്തിയുടെ വിശാലമായ കൊട്ടാരം ശക്തമായി കുലുങ്ങിയതിന്റെ 14 ഉറച്ച മതിലുകൾ തകർന്നു വീണു. ലോകത്തിലെ എല്ലാ ഭരണാധികാരികളുടെയും സിംഹാസനങ്ങൾ വിറച്ചു. ആ ദിവസം ജ്യോത്സ്യന്മാരുടെ അറിവ് നഷ്ടപ്പെടുകയും മന്ത്രവാദികളുടെ മന്ത്രങ്ങൾ ശക്തിഹീനമാവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇന്നീ അത്ഭുതകരമായ സംഭവങ്ങൾ നാം നിന്നോട് പങ്കുവയ്ക്കാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ശൈത്വാൻ തന്റെ പിന്തുടർച്ചക്കാർക്കിടയിൽ ഉറക്കെ നിലവിളിച്ചു. എല്ലാ പിശാചുക്കളും അവന്റെ അടുത്തേക്ക് ഓടിയെത്തി ചോദിച്ചു, നിനക്കെന്താണ് ഇത്ര അസ്വസ്ഥതയും അസ്വാസ്ഥ്യവും? അവൻ മറുപടി പറഞ്ഞു, നിനക്കറിയാമോ കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചത്? രാത്രിയുടെ തുടക്കം മുതൽ ഇപ്പോൾ വരെ ആകാശത്തും ഭൂമിയിലും വലിയ മാറ്റങ്ങൾ ഞാൻ കണ്ടു. ഭൂമിയിൽ ഒരു മഹത്തായ സംഭവം നടന്നിരിക്കുന്നു. പ്രവാചകൻ ഈസ അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പോയി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കണ്ടെത്തൂ. പിശാചുക്കൾ എല്ലായിടത്തും ചിതറി. എന്നാൽ തിരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും കണ്ടെത്താനായില്ല. അപ്പോൾ പിശാചിന്റെ നേതാവ് പറഞ്ഞു, ഇത് കണ്ടെത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അവൻ മക്കയിലെ പവിത്രമായ കഅബയിലേക്കടുത്തു. അവിടെ മാലാഖമാർ കഅബയെ വലയം ചെയ്തിരിക്കുന്നത് അവൻ കണ്ടു. അവൻ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ മാലാഖമാർ ഉഗ്രമായി അലറിയവനെ പിന്തിരിപ്പിച്ചു. പിന്നീട്ടവൻ ഒരു പക്ഷിയെപ്പോലെ ചെറുതാക്കി മലയുടെ വശത്തുകൂടി കടക്കാൻ ശ്രമിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓശപിക്കപ്പെട്ടവനെ പിന്തിരിയുക. എന്നാൽ ശൈത്വാൻ മറുപടി പറഞ്ഞു, ഓ ജിബ്രീൽ, എനിക്കൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി, ഇന്ന് രാത്രി അല്ലാഹുവിന്റെ ഏറ്റവും മഹാനായ പ്രവാചകനും ദൂതനുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്നു. ശൈത്വാൻ വീണ്ടും ചോദിച്ചു, അവന്റെ മേൽ എനിക്കെന്തെങ്കിലും അധികാരമുണ്ടാകുമോ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇല്ല. ശൈത്വാൻ വീണ്ടും ചോദിച്ചു, അവന്റെ അനുയായികളിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടാകുമോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ. അപ്പോൾ ശൈത്വാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ തൃപ്തനാണ്. ഹസ്രത്ത് ഹലീമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, നവജാതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നിമിഷം മുതൽ അനുഗ്രഹങ്ങളും കാരുണ്യവും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവർക്ക് അത്രയും പാലുണ്ടായിരുന്നു. പ്രവാചകനും അദ്ദേഹത്തിന്റെ വളർത്തു സഹോദരനും പൂർണ്ണമായി കുടിച്ച് തൃപ്തരായി ശാന്തമായി ഉറങ്ങി. അതുമാത്രമല്ല, അവർ തങ്ങളുടെ ഒട്ടകങ്ങളെ നോക്കിയപ്പോൾ അവയുടെ അകിടുകൾ പാലിനാൽ നിറഞ്ഞിരുന്നു. അവരുടെ ഭർത്താവ് ഒട്ടകങ്ങളെ കറന്നു ഇരുവരും തൃപ്തിയോടെ പാൽ കുടിച്ചേറെ രാത്രികളിൽ ആദ്യമായി സുഖമായി ഉറങ്ങി. അവരുടെ ഭർത്താവ് പറഞ്ഞു, ഹലീമാനി ഒരു അനുഗ്രഹീത ശിശുവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവർ മറുപടി പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഈ കുഞ്ഞ് ശരിക്കും അനുഗ്രഹങ്ങളാൽ നിറഞ്ഞവനാണ്. ഹസ്രത്ത് ഹലീമ റളിയല്ലാഹു അൻഹ തുടർന്ന് വിവരിക്കുന്നു, മക്കയിൽ നിന്ന് മടങ്ങിവരുന്ന യാത്രയിൽ ദുർബലമായ ഒരു മൃഗത്തിന്റെ മേൽ ഞാൻ കുഞ്ഞു മുഹമ്മദിനെ മാറോടണച്ചുകൊണ്ടുപോയി. പ്രവാചകന്റെ അനുഗ്രഹം കൊണ്ട ആ മൃഗം വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് എന്റെ കൂട്ടാളികളുടെ മറ്റു മൃഗങ്ങളെ മറികടന്നു. സ്ത്രീകൾ അത്ഭുതപ്പെട്ട് ചോദിച്ചു, നീ ആദ്യം വന്നപ്പോൾ ഓടിച്ചിരുന്ന ആ ദുർബലമായ മൃഗം തന്നെയാണോ ഇത്? വീട്ടിലെത്തിയപ്പോൾ അവർ ശ്രദ്ധിച്ചു, തന്റെ എല്ലാ ആടുകളുടെയും അകിടുകൾ പാലിനാൽ നിറഞ്ഞിരിക്കുന്നു. അല്പം മുമ്പ് വരെ അവ പൂർണ്ണമായും വരണ്ടതായിരുന്നു. അവരുടെ ഗോത്രം തങ്ങളുടെ ആട്ടിടയന്മാർക്ക് ഹലീമയുടെ ആടുകൾ മേഞ്ഞ സ്ഥലത്ത് തന്നെ മറ്റു മൃഗങ്ങളെ മേച്ചിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഭൂമിയുടെ ഗുണമല്ലായിരുന്നു, അല്ലാഹുവിന്റെ അദൃശ്യമായ സഹായവും പ്രവാചകന്റെ അനുഗ്രഹവുമായിരുന്നു. മറ്റുള്ളവർക്ക് അത്തരം അനുഗ്രഹങ്ങൾ ലഭിച്ചില്ല. ഇങ്ങനെ അവർ പലപ്പോഴും പ്രവാചകന്റെ ബറകത്തിന്റെ അസാധാരണ അടയാളങ്ങൾ ദർശിച്ചു. ഹസ്രത്ത് ഹലീമ റളിയല്ലാഹു അൻഹ കൂടുതൽ വിവരിക്കുന്നു, ഞാൻ ഒരിക്കലും കുഞ്ഞു മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രമില്ലാതെ വിട്ടിരുന്നില്ല. വസ്ത്രമില്ലാതെ വിട്ടാൽ അവൻ ഉറക്കെ കരയാൻ തുടങ്ങും. വസ്ത്രമിടുന്നതുവരെ കരച്ചിൽ നിർത്തില്ല. അവന് വസ്ത്രമില്ലാതിരിക്കാൻ ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കിയ ദിവസം മുതൽ ഞാൻ
എപ്പോഴും അവന്റെ ശരീരം വസ്ത്രം കൊണ്ട് മറച്ചു. ഹസ്രത്ത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അവർ ഒരിക്കൽ അല്ലാഹുവിന്റെ ദൂതനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പ്രവാചകത്വത്തിന്റെ ഒരു അടയാളം മാത്രം മതിയായിരുന്നു ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ. ഞാൻ യുവപ്രവാചകൻ ചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടുന്നത് കണ്ടു. അവന്റെ വിരൽ എവിടേക്ക് നീങ്ങിയോ അവിടേക്ക് ചന്ദ്രനും നീങ്ങി. ഇത് അവന്റെ പ്രവാചകത്വത്തിന്റെയും ദൂതന്റെ അടയാളമായിരുന്നു. ഹലീമയുടെ വീട്ടിൽ താമസിക്കവേ കുഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും 2 മുലകളിൽ നിന്നും പാൽ കുടിച്ചില്ല. എപ്പോഴും ഒരു വശത്തുനിന്ന് മാത്രം കുടിക്കും, മറുവശം തന്റെ വളർത്ത സഹോദരനായി വിട്ടുകൊടുക്കും. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരമൊരു നീതിബോധം അപൂർവമാണൊരു മഹാനായ മനുഷ്യന് മാത്രം കഴിയുന്നതാണ്. നവജാതനായ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരിക വളർച്ച അതിശയകരമായിരുന്നു. 2 മാസം പ്രായമായപ്പോൾ അവൻ ഇഴയാൻ തുടങ്ങി. 3 മാസം പ്രായമായപ്പോൾ ചുവരിൽ പിടിച്ചു നടന്നു. 5 മാസം പ്രായമായപ്പോൾ പിന്തുണയില്ലാതെ നടന്നു. 7 മാസം പ്രായമായപ്പോൾ ഓടാൻ തുടങ്ങി. 8 മാസം പ്രായമായപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ഈ അസാധാരണ ഗുണങ്ങൾ തീർച്ചയായും അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹം ഉമ്മയുടെ ശുപാർശകനും പ്രപഞ്ചത്തിന്റെ നേതാവും 2 ലോകങ്ങളുടെയും മഹാനായി മാറാൻ വിധിക്കപ്പെട്ടവനായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാല്യം മുതൽ തന്നെ ശുദ്ധനായിരുന്നു. സാധാരണ കുട്ടികൾ അവരുടെ വസ്ത്രങ്ങളോ കിടക്കകളോ മൂത്രമോ മലമോ കൊണ്ട് അശുദ്ധമാക്കാറും ചിലപ്പോൾ വൃത്തികേട് വായിൽ വയ്ക്കാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്തരമൊന്നും ഒരിക്കലും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ വളർത്തമ്മ ഹസ്രത്ത് ഹലീമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, കുഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ കിടക്കയോ വസ്ത്രങ്ങളോ അശുദ്ധമാക്കിയില്ല. അദ്ദേഹത്തെ എടുത്തു നിർത്തുമ്പോൾ മാത്രമാണ് അവൻ മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. ഉടനടി അദ്ദേഹത്തെ വൃത്തിയാക്കിയിരുന്നു. ഹലീമ പറഞ്ഞു, അദ്ദേഹം അല്ലാഹുവിന്റെ പ്രത്യേക സൃഷ്ടിയാണെന്ന് എനിക്കുറപ്പായിരുന്നു. അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹം ശുദ്ധനും വൃത്തിയുള്ളവനുമായിരുന്നത് അത്ഭുതകരമല്ല. പ്രവാചകൻ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധശരീരം ദിവ്യപ്രകാശത്താൽ നിർമ്മിതമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ശരീരം ഒരിക്കലും നിഴൽ വീഴ്ത്തിയില്ല. സാധാരണ മനുഷ്യന്റെ നിഴൽ അശുദ്ധമായ സ്ഥലങ്ങളിലോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ കാലുകൾക്ക് കീഴിലോ വീഴാം. എന്നാൽ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ നിഴൽ അപമാനിക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അദ്ദേഹത്തെ നിഴലില്ലാതെ സൃഷ്ടിച്ചു. അതേ കാരണത്താൽ ഒരു ഈച്ച പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇരുന്നില്ല. ഈച്ചകൾ അശുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയും അശുദ്ധമായവയുമാണ്. അതിനാൽ അല്ലാഹുവിന്റെ ദൂതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധശരീരത്തെ അവക്ക് ഒരിക്കലും സ്പർശിക്കാൻ കഴിഞ്ഞില്ല. ഹസ്രത്ത് മസ്റൂർ റളിയല്ലാഹു അൻഹു ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ദാസൻ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സേവനത്തിനായി ഒരിക്കൽ നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പല അത്ഭുതങ്ങളും കണ്ട് വളരെ അത്ഭുതപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാതയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്കു മുകളിൽ ഒരു മേഘം നിന്ന് നിഴൽ നൽകിയ അദ്ദേഹം എവിടേക്ക് നീങ്ങിയാലും അതും ഒപ്പം നീങ്ങി. പ്രവാചകന്റെ അത്ഭുതങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്തരം അസാധാരണ പ്രതിഭാസങ്ങൾ തീർച്ചയായും പ്രവാചകൻ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ അത്ഭുതങ്ങളായിരുന്നു. ഈ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ബാല്യം മുതൽ തന്നെ പ്രകടമായിരുന്നുവെങ്കിലും അവ താൽക്കാലികമായിരുന്നു. പ്രവാചകന്റെ ഏറ്റവും വലിയതും ശാശ്വതവുമായ അത്ഭുതം വിശുദ്ധ ഖുർആനാണത്. ഖിയാമത്ത് ദിനം വരെ നിലനിൽക്കും. കൂടാതെ അദ്ദേഹത്തിന്റെ ജീവിതം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര മുഴുവൻ അത്ഭുതങ്ങളാൽ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ഓരോ ഘട്ടവും അവന്റെ പ്രവാചകത്വത്തിന്റെ ജീവനുള്ള തെളിവായിരുന്നു. പ്രിയ കാഴ്ചക്കാരെ, ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനലിൽ ആദ്യമായി എത്തിയവരാണെങ്കിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോകളും പരിശോധിക്കുക. അവ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പുതിയ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുമ്പോൾ നിനക്ക് അറിയിപ്പ് ലഭിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.